നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. RSS നേതാവ് ദത്താത്രേയ ഹൊസബെല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ADGP MR അജിത് കുമാറിന്റെ കുറ്റസമ്മതം CPIM-നും മുഖ്യമന്ത്രിക്കുമെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. തൃശൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനും ED കേസുകൾ ഇല്ലാതാക്കാനുമായി നടത്തിയ ഡീലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന ആരോപണം CPIM-നെയും സർക്കാരിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. CPIM നിലപാട് കടുപ്പിച്ചതോടെ കൂടിക്കാഴ്ച വിവാദത്തിലും തൃശൂർ പൂര വിവാദത്തിലും എന്ത് വിശദീകരണമാണ് മുഖ്യമന്ത്രിക്ക് ഇനി നൽകാനുള്ളത് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതൊരു ഡീലായിരുന്നോ അതോ നോ ഡീലോ? RSS നേതാവുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPI രംഗത്ത് വരുന്നത് ഇന്ന് നമ്മൾ കണ്ടു. ADGPയുടെ കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും അന്വേഷണം വേണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കൂടിക്കാഴ്ച അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. കൂടിക്കാഴ്ച നടന്നെങ്കിൽ CPIM-ന് ഉത്തരവാദിത്വം എന്ന ദുർബലമായ പ്രതിരോധമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റേത്. എന്ത് കാര്യമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അല്ലേ? അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ അധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇവിടെ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ്. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുകൊണ്ടെന്താ അദ്ദേഹം ഒരു ADGP പോയി നമ്മളെന്താ ഉത്തരവാദി? ന്യൂസ് ഈവനിംഗ് തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ അതിഥികൾ ഈ വൈകിട്ട് റിജിൽ മാക്കുറ്റി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ NP ചെക്കുട്ടിയും ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചേരുന്നു ചർച്ചകൾക്കായി. ശ്രീ NP ചെക്കുട്ടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്ന ശേഷം മുഴുവൻ വിവാദങ്ങളും ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത് ഒരൊറ്റ കേന്ദ്ര പ്രശ്നത്തിലാണ്. അത് RSS BJP നേതാക്കളുമായി MR അജിത് കുമാർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നതാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം ഈ RSSന്റെ നേതാവായ ഈ ഹൊസബെല്ലയെ മാത്രമല്ല, RSS നേതാവ് റാം മാധവുമായി 2023 ഡിസംബറിൽ കോവളത്ത് വെച്ച് MR അജിത് കുമാർ കണ്ടിട്ടുണ്ട്. ഈ 2 കൂടിക്കാഴ്ചകൾക്കും ഇടനിലക്കാരനായി നിന്നത് RSSന്റെ സമ്പർക്ക് പ്രമുഖായ കൈമനം ജയകുമാറാണ് എന്നാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം താങ്കൾക്കറിയാമല്ലോ. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതൊരു വിശദീകരണം തേടിയില്ല, എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല എന്നതാണ്. ആരോപണമാകട്ടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് CPIM ഈ വിഷയത്തെ ഗൗരവമായി കാണാത്തത്? ക്ഷമിക്കണം. അല്ല, ഗോവിന്ദ മാഷയുടെ ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള ഒരു കോമാളി വേഷമാണ് ഗോവിന്ദ മാഷ് കിട്ടുന്നത്. അതുകൊണ്ടെന്താ അദ്ദേഹം ചോദിക്കുമ്പോൾ കേരള സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, കേരള സർക്കാരിനോട് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആള് കാണുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. RSSന്റെ ആളുകളെയോ NSSന്റെ ആളുകളെയോ അദ്ദേഹത്തിന് കാണാം. അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് ആരെ കാണുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ DGP രഹസ്യമായിട്ട് വാഹനമൊക്കെ മാറ്റി പിന്നെ വേഷങ്ങളൊക്കെ മാറ്റി പിന്നെ ഇദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം? എന്ത് തരത്തിലുള്ള ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം ക്യാരി ഔട്ട് ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പിന്നെ മുകളിലുള്ള ആളുകളോട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സർക്കാർ ചോദിക്കാനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം തന്നെയാണ് ADGPയുടെ ഈ RSS ലീഡർഷിപ്പുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള പിന്നെ നടപടിയെടുത്തില്ലെങ്കിൽ, ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചില്ലെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ പോയി, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ ഉദ്ദേശങ്ങൾ അറിയാം,
മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ രഹസ്യങ്ങൾ അറിയാം. മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലായിരിക്കാം ആ തരത്തിലൊരു യാത്ര നടത്തിയത്. നമ്മൾ വേറൊരു വിഷയമുള്ളത്, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും അറിയാതെ ഇങ്ങനൊരു യാത്ര നടക്കില്ല. അതേസമയത്ത് എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ആളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കേരളത്തിലെ ഒരു BJPയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ജാവദ്കർ വരുന്നു, അദ്ദേഹം കാണുന്നു, വർത്തമാനം പറഞ്ഞ് ചായ കുടിക്കുന്നു, പോകുന്നു. അതിൻ്റെ പേരിലാണ് ആ തരത്തിലുള്ള അദ്ദേഹം അത്തരം ഒരു പരിപാടി നടത്തിയത്, പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തെ LDF സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇതേ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നയം, മുഖ്യമന്ത്രിക്ക് ഒരു ജസ്റ്റിസ്, LDF കൺവീനർക്ക് വേറൊരു ജസ്റ്റിസ്, അതെങ്ങനെയാണ് സാധിക്കുക? മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും അറിവോടുകൂടിയായിരിക്കും MR അജിത് കുമാർ എന്ന ക്രമസമാധാന പാലനം അതിന്റെ ചുമതല വഹിക്കുന്ന ADGP RSS നേതാക്കളെ കണ്ടിട്ടുള്ളതെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള അന്വേഷണങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനകളെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അതിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി മധ്യസ്ഥനായി MR അജിത് കുമാർ പോയി എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? അതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ BJPക്ക് 1-2 സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടിക്കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതാണ് തൃശൂർ പൂരം ബോധപൂർവം അലങ്കോലപ്പെടുത്തിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ താങ്കൾ ഈ പറഞ്ഞ അറിവോടുകൂടിയുള്ള യാത്ര എന്ന ഒരു ആരോപണം ശരിവെക്കുന്നുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചോ അവരുടെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങളെക്കുറിച്ചോ വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി SFIO എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ചാർജ് ചെയ്തിരിക്കുന്ന കേസ്, അവരും ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതിൽ പ്രതിയായിട്ട് വരുന്നത്, അതിനകത്ത് ആരോപണ വിധേയനായിട്ടിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയുടെ മകളാണെന്നത് കൊണ്ടല്ല, പക്ഷേ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. തീർച്ചയായും അത് ഇന്നല്ലെങ്കിൽ നാളെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ എത്തിക്കും. മുഖ്യമന്ത്രിയാണോ നോക്കിയിട്ടൊന്നുമല്ല നടപടികൾ എടുക്കുന്നത്, നിയമപരമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ അന്വേഷണം വരുമ്പോൾ അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജയിലിൽ പോകേണ്ടതായിട്ട് വരും. ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്, നേരത്തെ വേറൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ജയിലിൽ കിടന്നിട്ടുണ്ട്, പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ കിടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിരവധി രാഷ്ട്രീയ നേതാക്കളെ സമീപകാലത്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. പലരും തിരിച്ചു വന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആ നിലയ്ക്കുള്ളതല്ലോ. അദ്ദേഹം പറയുന്നത് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്, MR അജിത് കുമാർ പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്, അതൊരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടായിരുന്നു ആ പോക്ക്, അതിനൊരു രാഷ്ട്രീയ പ്രത്യുപകാരം ഉണ്ടായിട്ടുണ്ട്, അതാണ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ പാർലമെന്റിലേക്കുള്ള വിജയത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണല്ലോ. അതിനെ താങ്കൾ കേട്ടറിയുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ആരോപണത്തെ അതേ മട്ടിൽ പിന്തുണയ്ക്കാനൊന്നും ഞാൻ തയ്യാറില്ല. പക്ഷേ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്, നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു സീക്വൻസ് ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ പിന്നീട് എന്താ കണ്ടത്? തൃശ്ശൂർ കേരള പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, കമ്മീഷണർ ഓഫ് പോലീസ്, രാത്രി പാതിരയ്ക്ക് 1 മണിക്ക് ശേഷം ഇറങ്ങിയിട്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു. അതിനെ തുടർന്ന് വളരെ ശക്തമായിട്ട് പ്രചാരവേല സംഘപരിവാരം നടത്തുന്നു. അത് തൃശ്ശൂരിലെ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിക്കുന്നു. സുരേഷ് ഗോപി ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ ജയിക്കുന്നു. അപ്പോൾ ഇത് വളരെ സംശയാസ്പദമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ കാര്യത്തിലൊരു ശക്തമായ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, നിങ്ങൾ അത് ആ തരത്തിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്യാന്നല്ലാതെ. ഇപ്പോൾ ഗോവിന്ദ മാഷ് ഗോവിന്ദ മാഷ് അങ്ങനെ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അത് ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല രാമനാരായണ ആ മട്ടിൽ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ആയാലും ശരി പാർട്ടി ആയാലും ശരി വളരെ സംശയാസ്പദമായ ഒരു അന്തരീക്ഷമുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ശരി, ശ്രീ റിജൽ മാക്കുറ്റി, ഇപ്പോൾ ഈ RSS ബന്ധം മുഖ്യമന്ത്രിക്കുണ്ടെന്നും അതിൻ്റെ ഇടനിലക്കാരനായി ക്രമസമാധാന ചുമതല വഹിക്കുന്ന സംസ്ഥാനത്തെ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടു എന്നുമൊക്കെ പ്രതിപക്ഷം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതിൻ്റെ അടിസ്ഥാനവും PV അൻവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖയും ഒക്കെയാണ്. പക്ഷേ PV അൻവറിൻ്റെ ആരോപണങ്ങളുടെ വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിപക്ഷം ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ
ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ. PV അൻവർ പറയുന്നത് VD സതീശനാണ് RSSുമായിട്ടുള്ള ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത്, അത് പുറത്തുവരും എന്ന ഘട്ടത്തിൽ താൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ അദ്ദേഹം ഒരു ഓവർ സ്മാർട്ടായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തനിക്കെതിരെ വരുന്ന ആരോപണത്തെ തിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നാണ്. അങ്ങനെ പ്രതിപക്ഷം വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? നിങ്ങൾ അൻവറിന്റെ വെളിപ്പെടുത്തൽ ആശ്രയിച്ചാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ? ഹലോ ശ്രീ ഗോപികൃഷ്ണൻ, ഈ അൻവർ ആരോപണം കേൾക്കാമോ? ഹലോ, കേൾക്കാം ശ്രീ റിജിൽ മാക്കുറ്റി, കേൾക്കാം. ഹലോ. അൻവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ആരോപണം ഞങ്ങളുടെ പാർട്ടിയും സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അൻവർ ആവർത്തിച്ചത് പറഞ്ഞിട്ടുള്ള കാര്യം. തീർച്ചയായും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം RSSന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായി ബന്ധപ്പെട്ട് അയാളെ കാണുന്നതിന് വേണ്ടി ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ BJPയുടെ RSSന്റെ തന്നെ ഒരു പോഷക സംഘടനയുടെ നേതാവിന്റെ കാറിൽ പോയി എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ മുമ്പിലുണ്ട്. തീർച്ചയായും ആ ആരോപണം ഉന്നയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയനും അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായി തിരിച്ചൊന്ന് അടിച്ചോ എന്നങ്ങ് പറഞ്ഞതിന്റെ ഭാഗമായാണോ അൻവർ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തെളിവുകൾ പുറത്തു വന്നത് എന്തായാലും VD സതീശൻ MR അജിത് കുമാറിനെ അയക്കില്ലല്ലോ. VD സതീശൻ ED കേസിൽ പെട്ടിട്ടില്ല. VD സതീശന്റെ മകള് പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പെട്ടിട്ടില്ല. VD സതീശന്റെ ഓഫീസ് ഇതുമായി അതിന് ADGP തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് തന്റെ സഹപാഠിയായിരുന്ന കൈമനം ജയകുമാർ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം യൂണിഫോമിലല്ലാതെ ഔദ്യോഗിക വാഹനത്തിലല്ലാതെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പോയി കണ്ടു എന്ന് ADGP സമ്മതിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഇതേ ചോദ്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകനെ വന്ന് കാണുന്നതിൽ അതിപ്പോൾ RSSന്റെ നേതാവാകട്ടെ NSSന്റെ നേതാവാകട്ടെ അതിൽ എന്താണ് ഒരു പ്രശ്നമുള്ളത് എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ADGP അത് സമ്മതിക്കുന്നുണ്ട്. BJP പറയുന്നു അതിൽ അസ്വാഭാവികതയായി കാണേണ്ടതില്ല എന്ന്. പക്ഷെ പ്രതിപക്ഷം ആരോപിക്കുന്നു അതൊരു ഡീലാണെന്ന്. അപ്പോൾ ഒരു ഡീലാണ് എന്നൊരു ആരോപണം നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ പ്രതിപക്ഷം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണ്ടേ? തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം പിന്നെ NSSും RSSും നിങ്ങൾ ഒരുപോലെ കാണാൻ പാടില്ല. NSS ഒരു സമുദായ സംഘടനയാണ്, RSS തീവ്രവാദ സംഘടനയാണ്. രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന, തീവ്രവാദികളുടെ നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവാണ് ഈ പറയുന്ന ആള്. അയാളെ കാണാനാണ് ആര് പോകുന്നത്? ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP. NSS നേതാവും SNDP നേതാവിനെയും പോലെയാണോ RSSനെ കാണുന്നത്? അങ്ങനെയാണോ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും അതിനെ സമീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൃത്യമായി വിയോജിപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം ഒരാളെ കാണുമ്പോൾ തീർച്ചയായും ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിന് ശേഷം വിജിലൻസിന്റെ മേധാവിയായി നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷിന്റെ കൂട്ടുകാരനായിട്ട് സരിത്തിനെ അറസ്റ്റ് ചെയ്തത്. വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ആര് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത്? എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? എന്താണ് അതിന്റെ കാരണം? അങ്ങനെ വിജിലൻസിന് അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ? ഇല്ലല്ലോ. ആ അധികാരം മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരം മറികടന്നുകൊണ്ടാണ് മറ്റൊരു അധികാര കേന്ദ്രത്തിലേക്ക് പോയി അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ശിവശങ്കറിനെ പോലെ വിശ്വസ്തനാണ് ഈ MR അജിത് കുമാർ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇയാളും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നിച്ച് ടൂർ പോകാനുള്ള സൗകര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. DGPക്കാളും വലിയ സൂപ്പർ പവറായി പവർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂരിൽ നടന്ന ഭാരതീയ വിദ്യാകേന്ദ്രം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ VD സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് ആ ഘട്ടത്തിൽ വിവാദമായത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതായത് തീവ്രവാദ സംഘടന എന്ന് താങ്കൾ വിശേഷിപ്പിച്ച ഈ RSSന്റെ പോഷക സംഘടനകളുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ ശ്രീ ഗോപികൃഷ്ണൻ അന്ന് തന്നെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് RSSന് ഒരിക്കലും
അതിനെ ഒരു സമീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. RSS ഒരു തികഞ്ഞ ഒരു തീവ്രവാദ വർഗീയ സംഘടനയാണ്, അതിനകത്ത് തർക്കമില്ല. അത് അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വെള്ളപൂശാനൊന്നും ഞാനില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാനും ഞാൻ പോകുന്നില്ല. ഒന്ന്, അതോടൊപ്പം തന്നെ നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിൽ പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി BJPയും സംഘപരിവാറും അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി സുരേഷ് ഗോപി അവിടെ കളത്തിലിറക്കുമ്പോൾ ജയിക്കാൻ എന്തു മാർഗം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരം പ്രത്യേകിച്ച് അത് കലക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, CPM പറയുന്നത് എന്താണ്, ഞങ്ങൾ RSSനും എതിരാണ്, ഫാസിസ്റ്റ് എതിരാണ്, അവരുടെ കള്ളക്കളിയാണ് പൊളിഞ്ഞത്. മറ്റത് BJP ആണ്, ഹിന്ദുത്വം, സനാതനം, ദൈവം, അമ്പലം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ട് അതിന്റെ പേരിൽ വോട്ട് വാങ്ങാൻ ഒരു അനുഷ്ഠാനത്തെ, ഒരു ആചാരത്തെ, ഒരു ഉത്സവത്തെ അത് കലക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും വോട്ട് നേടി ജയിക്കാമെന്നുള്ള BJPയുടെ CPMന്റെ കപട മുഖമാണ് ഈ നാടിനകത്ത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. അപ്പൊ അത് ഈ കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വളർന്നു വരാനുള്ള സ്പേസ് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ CPMന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവരാരൊക്കെ പറ്റിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുന്നത്, എത്രയോ ആളുകളില്ലേ ശ്രീ ഗോപീഷിന്റെ കയ്യും കാലുമില്ലാത്തവർ, എത്ര രക്തസാക്ഷികളുണ്ട് CPMന്, എത്രയോ ചെറുപ്പക്കാരുടെ അംഗഭംഗം വന്ന എത്രയോ ആളുകളുണ്ട്. അതോടെ BJPക്ക് ഇല്ലേ, ഇവർ തമ്മിൽ ഇവിടെ വെട്ടുകയും കുത്തുകയും മരിക്കുകയും ചെയ്യുക. മറുഭാഗത്ത് ഈ നേതാക്കന്മാരുമായി ഒത്തുതീർന്ന് മുഖ്യമന്ത്രിയും മകളും കുടുംബം ഉൾപ്പെട്ട കേസിനകത്ത് നിന്ന് EDയെയും അതോടൊപ്പം തന്നെ SFIO ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഭയന്നുകൊണ്ട് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോകാതിരിക്കാൻ BJPയുടെയും RSSന്റെയും തിണ്ണ നിരങ്ങാൻ ഒരു മടിയുമില്ലാത്ത നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് അത് ഒത്തുതീർപ്പുണ്ടാക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. എന്താണ് EP ജയരാജൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്? പ്രകാശ് ജാവ്ദേക്കർ ഒരു സുപ്രഭാതത്തിൽ EP ജയരാജന്റെ വീട്ടിൽ പോയതാണോ? മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണോ? അല്ലല്ലോ. അങ്ങനെയല്ലെന്ന് ഇവർ തമ്മിലെ ഡീലിംഗ് ഉണ്ട്. ഇന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് EP ജയരാജന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ണർഷിപ്പ് ഇല്ലേ? അത് ഒഴിഞ്ഞിട്ടുണ്ടോ? അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ആനി രാജ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരു പോലീസ് സംവിധാനം RSS വൽക്കരിച്ചിരിക്കുന്നു. ഈ RSSന്റെ ഏജന്റായി ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബഹ്റയ്ക്ക് ശേഷം ബഹ്റയുടെ മറ്റൊരാളായി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയല്ലേ? അല്ലാതെ എന്തിനാണ് ഈ RSS നേതാവിനെ കാണാൻ പോയത്? എന്താണ് RSSന്റെ നേതാവിന് ഈ രാജ്യത്തിനകത്ത്, എന്താണ് ഈ കേരളത്തിനകത്ത് സാഹചര്യം? ഈ MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ടയെങ്കിൽ അതിനെ സ്ഥാപിക്കുന്ന, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകേണ്ടതുണ്ടല്ലോ. നിങ്ങൾ രാഷ്ട്രീയമായി ഇത്ര ഗൗരവത്തിൽ ഈ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ റിജിൽ ചോദിച്ചത്. ശ്രീ ഗോപീഷ്, ഞാൻ പറയാം, അത് ബഹുമാനിയ പ്രതിപക്ഷ നേതാവാണല്ലോ ഈ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ നിഷേധിക്കട്ടെ മുഖ്യമന്ത്രി, നിഷേധിച്ചാൽ ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തെളിവുണ്ട്, കൃത്യമായി പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ പുറത്തു വരികയല്ലേ? ഇപ്പൊ ഇന്ന് ADGPക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഡീൽ എന്താ? ആ ഡീൽ എന്ന് പറയുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും തൃശ്ശൂർ ജയിപ്പിക്കാന്നുള്ള ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. അതാണ് അറിഞ്ഞുകൂടാത്തത്. ശരി, ശ്രീ M ജയചന്ദ്രൻ, ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബല്ലയുമായി നടത്തിയ കൂടിക്കാഴ്ച നിഷേധിക്കുകയാണെങ്കിൽ ബാക്കി കാര്യം അപ്പോൾ പറയാമെന്ന് 2 ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. ഭരണകക്ഷിയിൽ നിന്ന് ആരും അത് നിഷേധിച്ച് കണ്ടില്ല. ഇന്നിപ്പോൾ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ MR അജിത് കുമാർ തന്നെ പറയുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹപാഠിയായ ജയകുമാറിന്റെ കൂടെയാണ് അദ്ദേഹം ഈ ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ പോയതെന്നാണ്. ഇന്നിപ്പോഴിതാ മറ്റു ചില വിവരങ്ങൾ വരുന്നു. 2023 ഡിസംബറിൽ കോവളത്ത് വെച്ച് RSS നേതാവ് റാം മാധവുമായും ഈ ADGP കൂടിക്കാഴ്ച നടത്തിയത്രേ. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടെന്ന്. അതായത് 2023 2 പ്രമുഖ RSS നേതാക്കളുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. രണ്ടിനും ഇടനിലക്കാരനായി നിന്നത് RSS സമ്പർക്ക് പ്രമുഖ് കൈമനം ജയകുമാർ എന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടിയില്ല? എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ? ഇനി ഒരു ഡീലാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന രാഷ്ട്രീയ ആരോപണത്തിൽ നിന്നും CPIMന് എന്ത് ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ച അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? പ്രത്യേകിച്ച്
ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട EP ജയരാജൻ ആ പാർട്ടിയിലുള്ളപ്പോൾ? ഗോപികൃഷ്ണൻ, താങ്കൾ തന്നെ ഇപ്പോൾ റിജിലിനോട് ചോദിച്ചതുപോലെ ഇത് ഡീലാണെങ്കിൽ, അത് അത്രയൊരു സംഭവം നടന്ന ഡീലാണെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് കയ്യിലുള്ളത്? അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്, റിജിൽ മാക്കറ്റി പറയുന്നത്. ആവട്ടെ, അതൊന്നേരം നോക്കാം. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, പിന്നെ ശരിയാണ്, 2023 മെയ് 22-ന് ADGP അജിത് കുമാർ ദത്താത്രേയയെ കണ്ടിട്ടുണ്ട് തൃശ്ശൂരിൽ ചെന്ന്. അത് ആ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട്, അതായത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് ഇൻ്റലിജൻസും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൽ ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് ആ കൂടിക്കാഴ്ചയുടെ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അത് ADGP ഇൻ്റലിജൻസിനാണ് ഈ റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെയാണ്. ആ നിയമപ്രകാരം തന്നെ ഇൻ്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ആ റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇൻഫോർമൽ പേഴ്സണൽ, ഇതാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. അത്തരം ഇൻ്റലിജൻസ് ADGP ഈ റിപ്പോർട്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഫോർമൽ പേഴ്സണൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ഗവൺമെൻറ് എന്താണ് വിശദീകരണം ചോദിക്കുന്നത്? അദ്ദേഹത്തിന്, ആ ഉദ്യോഗസ്ഥന്, ADGP ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക്, IPSകാരന്, സീനിയർ ഓഫീസർക്ക് പേഴ്സണലായിട്ടും ഇൻഫോർമലായിട്ടും ആരെയും കാണാൻ പോയിക്കൂടെ? അത് രഹസ്യമായിട്ട് വെച്ചിട്ടല്ല പോയത്. അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഞാനീ പറഞ്ഞതുപോലെ ADGP ഇൻ്റലിജൻസിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അത് 2023 മെയ് 22-നാണ്. അത് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇപ്പോൾ കൊണ്ടുവരുന്നത് തൃശ്ശൂരിലെ ഇലക്ഷനിൽ ജയിപ്പിക്കാനുള്ള ഡീൽ ഉണ്ടാക്കാനായിരുന്നു അത്രേ. അത് ഈ സാമാന്യമായ ചർമ്മബലമൊന്നും പോരല്ലോ അങ്ങനെ ആക്ഷേപിക്കണമെങ്കിൽ. ആയിക്കോട്ടെ, അങ്ങനെ ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് രാഷ്ട്രീയ നേതാവിനുമുണ്ട്, പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായിട്ടുമുണ്ട്. ശരി. അപ്പോൾ അവിടെ താങ്കൾ ചോദിച്ച ചോദ്യമാണ് പിന്നെയും പ്രസക്തമാകുന്നത്. എന്താണ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് എവിഡൻസ്? എന്താണുള്ളത്? അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നതാണോ മര്യാദ? അത് പുറത്ത് വിടണം സാർ, അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ന്യായം പറയുന്നത് ലാവലിൻ കേസ്, വീണ വിജയനുള്ള കേസ്. എന്താണ് ലാവലിൻ കേസിന് പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? അത് പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്തതിനെതിരെ CBI 2017 ഹൈക്കോടതിയാണ് തീരുമാനമെടുത്തത്. ആദ്യം CBI കോടതി തീരുമാനിച്ചു, പിന്നെ ഹൈക്കോടതി തീരുമാനിച്ചു. അതിനെതിരെ CBI കൊടുത്ത റിട്ടാണിൽ ഉള്ളത് അത് 40 പ്രാവശ്യം മാറ്റി വെച്ചത് പിണറായി വിജയൻ്റെ BJP സർക്കാരിലുള്ള സ്വാധീനം മൂലമാണത്രേ. ഈ സുപ്രീം കോർട്ട് ഒബ്സർവർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഞാൻ സബ്സ്ക്രൈബറാണ് അതിൻ്റെ. താങ്കൾക്ക് ആർക്കും സബ്സ്ക്രൈബർ ആവുകയും ചെയ്യാം. അതിൽ സുപ്രീം കോർട്ട് ഒബ്സർവറിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം പറയുന്നുണ്ട്, 1,00,000-ലധികം സുപ്രീം കോടതിയിൽ. എന്തുകൊണ്ടാണ്? കാരണങ്ങളൊക്കെ അതിൽ തന്നെ വിശദീകരിക്കുന്നുമുണ്ട്. അതൊക്കെ ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരുപാട് പുറകോട്ട് പോകാതെ തന്നെ കാര്യങ്ങൾ വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. ഒരു കേസ് എങ്ങനെയാണ് കേസ് അഡ്മിറ്റ് ചെയ്യുന്നത്, കേസ് ട്രയലിലേക്ക് പോകുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അത് നോക്കിയാൽ അത്യാവശ്യം വിവരം അറിയണം, താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അത് ഇങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. ഈ സബ്സ്റ്റാൻഷിയേറ്റീവ് എവിഡൻസ് വേണമെന്ന് ഞാൻ പ്രതിപക്ഷത്തിനോട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് അവർ ബാധ്യതപ്പെട്ട് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ അതേ ഉത്തരവാദിത്വവും ബാധ്യതയും CPIM-നും ഉണ്ടല്ലോ ശ്രീ M ജയചന്ദ്രൻ. അതായത് പാർട്ടിക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ എന്ത് പറയാനാണെന്നൊരു നിലപാട് ഗോവിന്ദ മാഷ് എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? പ്രത്യേകിച്ച് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന് സ്ഥാനം തെറിക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണെന്നിരിക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു ന്യായം പറയാൻ കഴിയുക? പിന്നെ താങ്കൾ പറഞ്ഞു അത് പേഴ്സണൽ ആണ് ആ വിസിറ്റ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രൈവറ്റ് വിസിറ്റ് ആയിരുന്നു എന്നാണ് ഈ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീലാണ് അതിനകത്ത് നടന്നിട്ടുള്ളതെന്ന് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല, ഇടതുമുന്നണിയിൽ നിന്ന് CPIക്കും ഉണ്ട് ആ സംശയം. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത് കേരളത്തിന് ഉത്കണ്ഠയും ആകാംക്ഷയുമുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എന്താണ് MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് എന്നറിയാൻ. അത് ബിനോയ് വിശ്വം കേരളത്തിലെ ജനങ്ങളോടല്ല സർക്കാരിനോടാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയില്ലേ? പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ?
ഇത് ആ കാര്യത്തിൽ പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു IPS പിന്നെ നടപടി എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ. പിന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേ അതിൻ്റെ എന്താണ് നിലപാട് തീരുമാനം എന്നുള്ളത് അറിയാൻ കഴിയൂ. പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ആർക്കും ആവട്ടെ, പിന്നെ ഇന്നയാളെന്ന് ഞാൻ പറയുന്നില്ല, ആർക്കും അത് സംബന്ധിച്ച് പരാതിപ്പെടാനുള്ള അവകാശമുണ്ടല്ലോ. പരാതിപ്പെടാൻ ഒന്നിലേറെ സ്ഥാപനങ്ങളുണ്ട്. ഏതാണെന്ന് ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ആർക്കും അതിൻ്റെ സംശയിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആർക്കും പരാതിപ്പെടാനുള്ള അവകാശവും അവസരവും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അവിടെ നിന്നും ആരും പരാതി സ്വീകരിക്കാതിരിക്കുന്നില്ല, പരാതി റിജക്റ്റ് ചെയ്യുന്നുമില്ല. അതൊക്കെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ബിനോയ് വിശ്വം പറഞ്ഞതാണ് താങ്കൾ ചോദിച്ചതെന്നുണ്ടെങ്കിൽ, ബിനോയ് വിശ്വം പിന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായവും പാർട്ടി സർക്കാർ പരിഗണിക്കാതിരിക്കില്ലല്ലോ. കാര്യം പറഞ്ഞത് സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ പിന്നെ ഗൗരവം നേരിട്ട് മാധ്യമങ്ങളോടല്ല പറയാൻ സാധ്യതയുള്ളത്. അത് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവുമായിട്ടോ MV ഗോവിന്ദനും ബിനോയ് വിശ്വമായിട്ടോ സംസാരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് ഒരു പതിവ് രീതി. ഒരുപക്ഷെ ആ രീതി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി ശരി ശ്രീ ജയേന്ദ്രൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ചെറിയ ഇടവേള എടുക്കാം. ശ്രീ NP ചെക്കുട്ടി, ഈ സർ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന വിവാദങ്ങൾ അത് PV അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ വന്നതാകട്ടെ, അതിനുശേഷം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു, പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു, ഇതിനുശേഷം ഗോവിന്ദ മാഷ് ചില കാര്യങ്ങൾ പറയുന്നു, അതിനെ തുടർന്ന് വീണ്ടും PV അൻവർ P ശശിക്കെതിരായിട്ട് കൂടി പരാതി നൽകാൻ പോകുന്നു എന്ന് പിന്നീട് മാധ്യമങ്ങളിലൂടെ പറയുന്നു. ഈ വിവാദങ്ങളുടെ ഒരു ആകത്തുക, അതായത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം ഉള്ള സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പാർട്ടിക്കകത്തുനിന്നുള്ള ഒരു നീക്കമായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജന് നഷ്ടപ്പെട്ടത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലാണെങ്കിൽ, ADGP ക്രമസമാധാന പാലനമുള്ള ADGP MR അജിത് കുമാറിൻ്റെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന P ശശിക്കെതിരെ വന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ ആത്യന്തികമായി ഇത് മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ആയുധങ്ങളാണല്ലോ. ഈ ആയുധങ്ങൾ PV അൻവറിന്റെ കൈകളിൽ വെച്ചു കൊടുക്കുന്നത് പാർട്ടിക്കകത്തെ ഒരു വിഭാഗമാണോ? അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ആ നിലയ്ക്കാണോ ഈ വിവാദത്തെ നമ്മൾ കാണേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം കുറേയേറെ വീക്കായിട്ടുള്ള, വളരെ ദുർബലനായിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായിട്ട് അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ള ചില നിലപാടുകളുടെ, ചില നടപടികളുടെ ഒരു പ്രതിസന്ധി കൂടിയാണത്. ഒന്നാമത്തെ കാര്യം, CPM പോലൊരു കക്ഷിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും താല്പര്യങ്ങളുമുള്ള വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അതിനൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട പാർട്ടിയാണ്, സംവിധാനമാണ്. അപ്പം അദ്ദേഹം ഭരണത്തിൽ ഒരു പല തരത്തിലുള്ള വിഭാഗങ്ങളെ യോജിപ്പിക്കുന്നതിന് പകരം എല്ലാവരെയും വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് ഈ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം 2021 തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായിരുന്ന ആളുകളാണ് ഈ EP ജയരാജൻ അടക്കമുള്ള ആളുകൾ. അവരൊക്കെ മാറിക്കഴിഞ്ഞു. അവരൊക്കെ അദ്ദേഹം വെട്ടി വീഴ്ത്തി. പകരം അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള ഒരു കൂട്ടരെ കൊണ്ടുവരാൻ പറ്റിയില്ല. ശശിയെ പോലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് പിണറായി വിജയൻ വളരെയേറെ ദുർബലനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പാർട്ടി ലീഡർഷിപ്പ് ദുർബലമായി കഴിഞ്ഞു. MV ഗോവിന്ദന് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ പരാജയമായിട്ട് മാറുകയാണ്. അദ്ദേഹം എടുക്കുന്ന നടപടികൾ അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. LDF കൺവീനർ അടക്കമുള്ള ആളുകളെ ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത സമീപനം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് ഒരിക്കലും പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയുമ്പോൾ ആ മാറ്റലിന് കാരണമായ തീരുമാനങ്ങളിനകത്ത് ഒരുപാട് അനീതികളുണ്ട്. ഉദാഹരണത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമായി എന്ന് വിലയിരുത്തി. എവിടെ വിലയിരുത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. കാരണം അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമ്പം ജയരാജനും കൂടി ഇരിക്കേണ്ട ഒരു യോഗത്തിലല്ലേ അങ്ങനെ ഒരു വിലയിരുത്തൽ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഏകപക്ഷീയമായിട്ട്
ഒരു കോട്ടറി, പാർട്ടിയിലെ ചില ആളുകളുടെ ഒരു വിഭാഗം ചേർന്നിട്ട് തീരുമാനിക്കുന്നു, ആ പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തോന്നൽ ഇന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം പിണറായി വിജയനെ ദുർബലനാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നടപടികളുടെ പേരിൽ പിന്നെ പുറത്തു പോകേണ്ടി വന്ന ആളുകൾ, അതിൻ്റെ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നുള്ളൂ, അവർ സ്വാഭാവികം രാഷ്ട്രീയമായിട്ട് അവർ പ്രതികരിക്കും. അതിൽ VP ജയരാജൻ പോയിട്ട് അൻവറിനെ കണ്ടിട്ട് ശരിപ്പെടുത്തി അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അൻവർ അടക്കമുള്ള ആളുകൾ, അൻവർ മാത്രമല്ലല്ലോ, കാരാട്ട് റസാഖുണ്ട്, KT ജലീലുണ്ട്, അങ്ങനെ പല ആളുകൾക്കും ഈ കാര്യങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട്. അവരത് പരസ്യമായിട്ട് പറയുന്നു. കാരണം അവർ രാഷ്ട്രീയ നേതാക്കളാണ്. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അവരെ ഒന്നിച്ച് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ബാധ്യത പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയും കുറേ പിന്നെ ഒരു സംഘം മന്ത്രിമാരും, അവരുടെ പേരും അഡ്രസ്സും ആൾക്കാർക്ക് അറിയില്ല, ആ തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഇത് മാറ്റി എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് പറ്റിയ ഏറ്റവും വലിയ PV അൻവർ മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ KT ജലീലും മറ്റൊരു ആരോപണവുമായി നിൽക്കുന്നുണ്ട്. പക്ഷേ കാരാട്ട് റസാഖ് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ നിലയിൽ ഈ നിരക്കൊപ്പം ഇല്ല. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെയൊക്കെ ഈ പരസ്യമായി പിണറായിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ രംഗത്തേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത് പാർട്ടിക്കകത്തുള്ള മറ്റൊരു സമാന്തര ശക്തിയുടെ സമ്മർദ്ദമാണോ അല്ലെങ്കിൽ സ്വാധീനമാണോ? അല്ല, സമാന്തര ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയന് സമാന്തരമായിട്ട് ഇപ്പോൾ ഒരു ശക്തി ആരാ പാർട്ടിയിലുള്ളത്? യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ മാത്രമായിരുന്നു അങ്ങനെ ഒരു ശക്തി ഉണ്ട്. അദ്ദേഹം രംഗത്തുനിന്ന് മാറിക്കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ഉയർന്നു വരുന്ന ലീഡേഴ്സിൽ EP ജയരാജനായിരുന്നു മറ്റൊരു സമാന്തര ശക്തി. അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ടൊരു നിലപാടെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. EP നിശബ്ദനായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിൽ എന്തൊരു തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം എടുക്കുന്നതെന്ന് ബോധ്യപ്പെടാതെ ഏതാണ് ആരെങ്കിലും ഈ തരത്തിലുള്ള പുതിയ ശക്തികൾക്ക് പിന്നിലുണ്ടോ എന്ന് അറിയാതെ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വന്ന ആളുകൾ ഇവരൊക്കെ തന്നെ പാർട്ടിക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളാണ്. അത് അൻവർ ആയാലും ശരി, കാരാട്ട് റസാഖ് ആയാലും ശരി, KT ജലീലായാലും ശരി, അവരൊക്കെ മറ്റ് പാർട്ടികളിൽ നിന്ന് അവരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ ഒന്നുകിൽ പാർട്ടി വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരൊരു സംഘടിത വിഭാഗമായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് അവരുടെ ആളുകളെ കൂടെ നിർത്തുന്നതിൽ, അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ ഒക്കെ പാർട്ടിയും പരാജയപ്പെട്ടിട്ടുണ്ട്, സർക്കാരും പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായും ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരു വലിയ വിഭാഗം MLA-മാർ അതൃപ്തരാണ് എന്ന് വളരെ പരസ്യമായിട്ട് തന്നെ ഇപ്പം നമുക്കെല്ലാം ബോധ്യമുണ്ട്. എന്തുകൊണ്ട് അതൃപ്തി എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കേണ്ടതായിട്ട് വരും, പാർട്ടി പരിശോധിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പ്രതിസന്ധിയിലേക്ക് കേരളം പോകും. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം RSS ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഒരു ദൂതനെ പോലെ MR അജിത് കുമാർ നിന്നു എന്നതാണ്. പക്ഷേ ഈ ആരോപണത്തിന് ഉന്നയിക്കുന്നതിനൊരു കാരണമായി PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അതേ PV അൻവർ പറയുന്നു ബന്ധം അജിത് കുമാറുമായി ഉണ്ടാക്കിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവാണെന്നും RSSുമായിട്ടുള്ള ബന്ധമുള്ളത് പ്രതിപക്ഷ നേതാവിനാണെന്നും ഇനി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി വോട്ട് മറയ്ക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ വലിയ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണെന്നുമാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് 86,000 വോട്ടുകൾ കോൺഗ്രസിന് ചോർന്നു. അവിടെ CPM വോട്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ നേട്ടമുണ്ടാക്കി. അങ്ങനെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയ ഒരു തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായും ആ ബാന്ധവം എന്നത് സാമാന്യ യുക്തിക്കനുസരിച്ച് അത് കോൺഗ്രസും BJPയും തമ്മിലാണ്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയത് എന്നുമാണ്. ഈ ആരോപണത്തിന് മറുപടി പറയേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനില്ലേ? ശ്രീ ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാൻ സാധിക്കും രാജ്യത്തെമ്പാടും BJPക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിന്നവർ ആരാണെന്ന് ഈ രാജ്യത്ത് ജനങ്ങൾക്കറിയാം. കേരളത്തിലും ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് BJPക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ്. ആ ഘട്ടത്തിൽ പോലും BJP നേതാക്കന്മാരുമായി പരസ്യമായ ബാന്ധവത്തിനും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടത്തിയത് CPM-ൻ്റെ നേതാവും LDF-ൻ്റെ കൺവീനറുമായി EP ജയരാജനാണ്. അപ്പോൾ ആർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കും. ഞങ്ങൾക്ക് BJPയുമായി ഒരു തരത്തിലും ഞങ്ങളെ ഇതുപോലെ വേട്ടയാടിയതുപോലെ ഈ രാജ്യത്ത് ആരെയാണ് വേട്ടയാടിയത്? കോൺഗ്രസിനെ വേട്ടയാടിയതുപോലെ CPM-നെ വേട്ടയാടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഈ രാജ്യത്ത് പല മുഖ്യമന്ത്രിമാരും ജയിലിൽ കിടക്കുന്നു. ശ്രീ MB ചെക്കുട്ടി സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തെളിവുകൾ ഉൾപ്പെടെ പല കേസിനകത്ത് ഉണ്ടായിട്ട് പോലും പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കേജ്രിവാളിനും അതോടൊപ്പം തന്നെ സോറനും കിട്ടാത്ത ഇമ്മ്യൂണിറ്റി BJPയിൽ നിന്നും നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം ആദ്യം.
ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞങ്ങൾക്ക് എന്താ BJP ജയിപ്പിച്ചുകൊണ്ട് ഒരു സീറ്റ് വർദ്ധിപ്പിക്കും? ഞങ്ങൾ രാജ്യത്ത് ഈ മുന്നണി ഉണ്ടാക്കി BJP അട്ടിമറിക്കാൻ ശ്രമം നടത്തി മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി പോകുന്നവരല്ല ഞങ്ങൾ. അതിൻ്റെ എല്ലാ ആനുകൂല്യത്തിനും വേണ്ടി നിൽക്കുന്നവർ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നും അതിൻ്റെ പരസ്യമായ രഹസ്യ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. ആ കാര്യങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ വന്നത്. ഈ തൃശ്ശൂരിൽ പോലും ആ BJPക്കെതിരായ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ഞങ്ങളാണ്. പക്ഷേ അവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എല്ലാ വർഷവും വളരെ ഭംഗിയായി നടക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരത്തെ ആ ഘട്ടത്തിൽ അത് കലക്കേണ്ട സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവിടെ ഒരു ഏകീകരണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? ഭരണകൂടമാണ്, പോലീസാണ്. ആ പോലീസിന് ഒത്താശക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കേരളത്തിലെ CPM തയ്യാറാകണം. ADGPയെ പോലെ ഒരാൾ ഈ RSS നേതാവിനെ കണ്ട് മുഖ്യമന്ത്രി ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കണ്ടതിന് ശേഷം ഒരു വിശദീകരണം ചോദിക്കാൻ, താങ്കൾ എന്തിനു പോയി എന്ന് ചോദിക്കാൻ ഈ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ലല്ലോ. എന്താ കാരണം? എന്തുകൊണ്ട്? ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ ഈ കേരളത്തിനകത്ത് ഈ ഭരിക്കും. നമുക്കറിയാം, ശ്രീ എമ്മുമായി ഇവർ നടത്തിയ ചർച്ചയുണ്ട്, അത് കേരളത്തിന് മുമ്പിലുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം നടന്ന പല ഡീലിങ്സും BJPക്ക് അനുകൂലമായിരുന്നു എന്നുള്ളത് ഈ നാട്ടിന്റെ മുമ്പിലുണ്ട്. ശ്രീ ഗോപി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനി രാജ പറഞ്ഞല്ലോ കേരളത്തിലെ പോലീസിനകത്ത് RSS ഗ്യാങ് ഉണ്ട് എന്ന്. ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ലല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പകൽ പോലെ വെളിച്ചമായി നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ അൻവറിനെ പോലെ ആളുകൾ, അൻവർ ഇപ്പോ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പ്രതിപക്ഷ നേതാവിനൊന്ന് ഇരിക്കട്ടെ എന്ന് രൂപത്തിലേക്ക് അതൊന്ന് സാമാന്യവൽക്കരിക്കാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും സർക്കാരിനെതിരെ പറഞ്ഞതും ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞതും ADGPക്കെതിരെ പറഞ്ഞതും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരെ പറഞ്ഞതും എല്ലാം പറഞ്ഞ അൻവർ തന്നെയാണ്. ആ അൻവർ പറഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾ ഈ ADGP ഈ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, തെളിവ് ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് പറയുന്നു. അതുമാത്രമല്ലെന്നു, ഇദ്ദേഹം അദ്യോഗ വാഹനത്തിലല്ല പോയത്, സംഘപരിവാരത്തിന്റെ RSSന്റെ ഒരു പോഷക സംഘടനയുടെ നേതാവിന്റെ കാറിലാണ് ഈ ADGP പോയത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഈ ചർച്ച നടത്താനുള്ള ഇന്റൻഷൻ? നമ്മൾ അറിയണ്ടേ. ആ ഇന്റൻഷൻ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ട പല കാര്യങ്ങളും കേരളത്തിലെ ഒന്നാം സർക്കാർ പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ധാരണ എത്തുവാനും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി സഹായിക്കാനുമുള്ള ഒരു ദൂതനായാവാം ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. ഒരു ഘട്ടത്തിൽ ശിവശങ്കരനായിരുന്നു. ശിവശങ്കർ ഇപ്പോൾ ജയിലിൽ പോയി, അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാം. അടുത്തത് അജിത് കുമാർ ആയിരിക്കും. അങ്ങനെ അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലേ. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷമാണ് ഇതിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെയല്ല പറയുന്നത്. ഈ നാട്ടിനകത്ത് BJPക്ക് സംഘപരിവാറിനെതിരെ പോരാടുന്നവർ ഞങ്ങളാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച ആ ആളുകൾ ഇവരുമായി കൂടിച്ചേരുന്നു എന്നുള്ളതും അവർക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭരണത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഡീലിങ്സ് നടത്തുമെന്നുള്ള പ്രശ്നത്തിന് മുമ്പിലാണ് ചർച്ച നടത്തുന്നത്. ഇവിടെ M ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഞങ്ങൾ പറയുന്നല്ലോ, നിങ്ങളല്ലേ ഇതേ ഒരു സാഹചര്യം കോൺഗ്രസ് ഭരിക്കുമ്പോൾ UDF ഭരിക്കുമ്പോൾ ണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക? ഇങ്ങനെയാണ് ഇവരുടെ പ്രതികരണം. ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെയാവോ? പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയാവോ? CPM നേതാക്കന്മാരുടെ പ്രതികരണം ഇങ്ങനെയാവോ? അല്ലല്ലോ. ഇവർക്ക് എന്തും ചെയ്യാം, എന്ത് തോന്നിയവാസങ്ങളും കാണിക്കാം. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, BJPയെ ജയിപ്പിക്കാൻ എല്ലാ തോന്നിയവാസങ്ങളും കാണിക്കാം എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ. മറ്റൊന്ന് ഇത് കാഫിർ പ്രയോഗം നമ്മുടെ മുമ്പിലില്ലേ, ഇവർ ഉണ്ടാക്കിയതല്ലേ, അത് പുറത്തു വന്നില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപജയം റെഡ് ആർമിമാരിലൂടെ പറയാൻ പല ആരും തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും പല സഖാക്കന്മാർക്കും ഇത് വിളിച്ചു പറയാൻ പേടിയാണ്. ക്യൂബ മുകുന്ദൻ ബാത്റൂമിൽ കയറിയെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതിനുപോലും അശക്തരായ ആളുകളാണ് ജയചന്ദ്രനെ പോലെ ആളുകൾ ഈ ന്യായീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രസ്ഥാനമാണ് ഈ കേരളത്തിനകത്ത് ഇല്ലാതാക്കുന്നത്. അതില്ലാതാക്കുന്ന ആളായി അഭിനവ ഗോർബച്ചേവായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ശരി, ഞാനിവിടെ എടുക്കാം. ശ്രീ M ജയചന്ദ്രൻ, താങ്കളിലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്തിരുത്തി അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയുള്ള ഒരു സംഘത്തെ കൊണ്ടുള്ള അന്വേഷിപ്പിക്കൽ, P ശശിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ എഴുതി തന്നിട്ടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് അന്വേഷണമില്ല എന്ന പാർട്ടിയുടെ നിലപാട്, പിന്നെ ഇപ്പോൾ ഈ RSS ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിനും മൗനം, പാർട്ടിക്കും മൗനം. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിയണ്ട എന്നതാണോ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നാൾക്ക് നാൾ കനം വയ്ക്കും. അല്ല, ജനങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നും അറിയേണ്ടതില്ലേ എന്ന താങ്കളുടെ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചൊരു സംശയം അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ഇക്കാര്യം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണല്ലോ കേരളത്തിൽ, അല്ലാതെ നേരിട്ട് ജനങ്ങൾ ആരോടും ചോദിക്കാറില്ലല്ലോ.
അപ്പോൾ മാധ്യമങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതും റിപ്പോർട്ടുകൾ അവർക്ക് നൽകുന്നതും. ആ മാധ്യമങ്ങളുടെ നീതി എങ്ങനെയാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അത്. അതിന് CPM നേതാക്കൾ നിരന്തരമായി മറുപടി പറഞ്ഞു പോരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് വിജയരാഘവൻ വരെ അതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അറിയേണ്ടാത്ത ഒരു കാര്യങ്ങളും കേരളം ഭരിക്കുന്ന LDF സർക്കാർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാനും കഴിയില്ല. ജനങ്ങൾ അറിയേണ്ടാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല സർക്കാരിന്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. പക്ഷേ അറിയേണ്ട ഒരു ഭരണവ്യവസ്ഥയാണല്ലോ. ആ ഒരു ഭരണവ്യവസ്ഥയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, ഒരു നിർവഹണ രീതിയുണ്ട്. ആ രീതിയിലൂടെ പോകാൻ കഴിയൂ. ഇപ്പോൾ ഈ പ്രശ്നം താങ്കൾ ഉന്നയിച്ച ഈ പ്രശ്നത്തിലും ADGPയുടെ പ്രശ്നത്തിലും ഒക്കെ ആ ഭരണനിർവഹണ രീതി എന്താണ് അനുശാസിക്കുന്നത് അതനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ADGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ADGP കീഴിലുള്ള പരാതി അന്വേഷിക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യം പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം. ഈ അന്വേഷണ സംഘത്തിൽ ഇന്ത്യയിൽ എവിടെയും അന്വേഷണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒന്നുകിൽ SI അല്ലെങ്കിൽ CI അല്ലെങ്കിൽ DYSP അല്ലെങ്കിൽ SP. ഈ 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ അന്വേഷണം നടത്തേണ്ടത് ഫീൽഡിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരാണ്. ഇപ്പോൾ ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നു. DGPയുടെ ടീം ADGPക്കെതിരെ അന്വേഷണത്തിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും ആൾക്കാരുടെ മൊഴിയെടുക്കാനും DGPക്ക് പോകാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. അപ്പോൾ ആ സംവിധാനം എന്താണ് അങ്ങനെയാണ് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാൻ കഴിയൂ. അതല്ലാതെ സംവിധാനം ഇല്ല. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. താങ്കൾ പറയുന്നത് സാങ്കേതികമായ അർത്ഥത്തിലാണ്. അതായത് ഈ പോലീസ് തലപ്പത്ത് ഉള്ള ഒരാൾക്കെതിരായിട്ടുള്ള ഉയർന്നു വന്ന ആരോപണത്തെ അതിന് മുകളിലുള്ള ആളെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്ന ആളുകൾ, പ്രേക്ഷകർ സാധാരണ നിലവിലേക്കും അതാണല്ലോ ന്യായം, അതാണല്ലോ വ്യവസ്ഥാപിതമായ രീതി എന്നൊക്കെ. പക്ഷെ ഇവിടെ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ? വിവാദം ഉണ്ടാക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരു ഭരണകക്ഷി MLA ആണല്ലോ. ആരോപണം നേരിട്ടയാൾ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGPയും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന ആരോപണം നേരിടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും. ഇനി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ വിരിക്കുന്ന ഈ ചതിയുടെ വല അദ്ദേഹം അറിയുന്നുണ്ടാകില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കാര്യശേഷിയെ ചോദ്യം ചെയ്യുന്നതാണ് ഭരണകക്ഷി MLAയുടെ ആരോപണം. അവിടെ പാർട്ടിക്ക് മിണ്ടാട്ടമില്ല. കാരണം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് P ശശിക്കെതിരെ എഴുതിക്കൊടുത്ത ഒരു പരാതിയുമില്ല എന്നതാണ് പാർട്ടിയുടെ ന്യായം. ഒരു പൊളിറ്റിക്കൽ നോമിനിയായി നിൽക്കുന്ന P ശശിയെ മാറ്റുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഒരക്ഷരവും പറയാനില്ല. പിന്നെ ADGPക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, താങ്കൾ പറഞ്ഞ സാങ്കേതികത്വം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിർത്തി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അതിന് ഉള്ള മറുപടി മാധ്യമങ്ങളിലൂടെ മതി, വന്നിട്ടില്ല ജനങ്ങൾക്കറിയാൻ. അത് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജോലി എന്താണ്? ഈ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി പോലീസ് വകുപ്പിലാണല്ലോ. മറ്റു ചില വകുപ്പുകൾ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ പ്രധാനം അതിലാണ്. അപ്പോൾ അവിടെ ഭരണം ദുഷ്കരമായി ജനങ്ങൾക്ക് അനുഭവപ്പെടാതെ നോക്കുക, അതിന് ഒരു പാലമായി വർത്തിക്കുക, സർക്കാരിനും പാർട്ടിക്കും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ADGPയെ സംരക്ഷിക്കുന്നു എന്നാണ് താങ്കളിപ്പോൾ പ്രയോഗിച്ച പദം. സംരക്ഷിക്കാനുള്ളതാണ്, അതൊരു ജോലിയാണ്. ആ ജോലിയിൽ ഈ കൺസ്ട്രക്റ്റീവായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജോലി. അത് കൺസ്ട്രക്റ്റീവായിട്ടാണ് ചെയ്യേണ്ടത്. ഡിസ്ട്രക്റ്റീവായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനാണ് പാർട്ടി ഇരിക്കുന്നത് അവിടെ. കാരണം അത് പൊളിറ്റിക്കൽ നിയമനമാണ്. അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ പ്രവർത്തനങ്ങൾ കൺസ്ട്രക്റ്റീവാണോ ഡിസ്ട്രക്റ്റീവാണോ എന്ന് പാർട്ടി കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും പരിശോധിക്കപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനിയും പരിശോധിക്കപ്പെടും. ഏതാണ്ട് എല്ലാ ആഴ്ചകളിലും അത് പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല. അതങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിൻ്റെ കാര്യവും. ഇത് ജനങ്ങളിലേക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് പാർട്ടി അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ഭരണനിർവഹണത്തിന് താങ്കൾ വീണ്ടും ചോദിച്ചല്ലോ, ഇദ്ദേഹത്തെ മാറ്റി നിർത്തണോ വേണ്ടേ എന്നുള്ളത് അന്വേഷിക്കാനാണല്ലോ DGPയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ നിയമിച്ചത് 2-ാം തീയതി. 2-ാം തീയതി ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. ചെക്കുട്ടി സാർ, സമയം കഴിഞ്ഞു. 1 മിനിറ്റിൽ താങ്കൾക്കൊരു മറുപടി പറയാമോ? ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞ വിശദീകരണം താങ്കൾക്ക് ബോധ്യപ്പെട്ടോ?
എനിക്ക് ബോധ്യപ്പെട്ടില്ല. ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. എൽ ഡി എഫിന് ജയിക്കേണ്ട ഒരു സീറ്റ്, എൽ ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയുടെ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ചില അണ്ടർഹാൻഡ്, സാധാരണ നിലയിലൊരു പരാജയമല്ല അത്, വളരെ കൃത്യമായിട്ടുള്ള ചില ഗൂഢാലോചനകൾ അതിനകത്തുണ്ട്, ചില അണ്ടർഹാൻഡ് ഡീൽസ് ഉണ്ടായിട്ടുണ്ട്. ആ സ്വാഭാവികമായിട്ടും അത് വിശദീകരിക്കാൻ, സഖ്യകക്ഷികളോട് വിശദീകരിക്കാൻ, ജനങ്ങളോട് വിശദീകരിക്കാൻ, പൊതുവിൽ പാർട്ടിയോട് പോലും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ട്. അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അവിടെയാണ് പ്രശ്നം. അവർ ആ വിഷയത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലും അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ ADGP മാറ്റാലോ, താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്, കാര്യമൊന്നും തർക്കമൊന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമ്പോൾ ADGP ഇൻ്റലിജൻസിന്, ADGP പിന്നെ ലോ ആൻഡ് ഓർഡർ മാറ്റിയാൽ മതി, അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാം, ആ പദവിയിൽ നിന്ന് മാറ്റാം. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നത് അതിനെ വീണ്ടും അട്ടിമറിക്കാനാണെന്ന് എന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഒരിക്കൽ പോലും പാർട്ടിക്ക് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ശരി, ADGP MR അജിത് കുമാറിന്റെ RSS ബന്ധത്തിന് രാഷ്ട്രീയ സ്വഭാവം ഉണ്ടോ എന്ന കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം CPIM-നുണ്ട്. സർക്കാരിന് ഈ വിഷയത്തിൽ എന്തു പറയാനുണ്ട് എന്നതിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ കേരളത്തിന് അറിയാൻ ആകാംക്ഷയുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.